പിണറായി വിളിച്ച യോഗം പോംവഴി കണ്ടെത്തുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ശ്രീ അനിൽ അക്കര, ഇവിടെ ഇപ്പോൾ 27-ാം തീയതി മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുകയാണ്. പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ശ്രീ എസ് രാജേന്ദ്രൻ്റെ നിലപാടിലും ചില സൂചനകളുണ്ട്. ആ യോഗത്തിലാണ് പ്രതീക്ഷ, ഇല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന്. മറുവശത്ത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മറ്റന്നാൾ അവിടേക്ക് പോകുന്നു, നാളെ കുമ്മനം പോകുന്നു. അപ്പോൾ വീണ്ടും രാഷ്ട്രീയമായ പഴി ചാരലുകളിലേക്കൊക്കെ ഇത് വീണ്ടും പോവുകയാണ് എങ്കിൽ നിലവിലെ നീക്കങ്ങളെ അന്തിമമായി അത് പ്രതികൂലമായി ബാധിക്കില്ലേ? ഇപ്പോൾ ശക്തമായ നടപടികളുമായി കെ സുരേഷ് കുമാർ അടക്കം മുൻപ് പോയിട്ടുള്ളതാണ്. അവിടെ ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിമർശനത്തെ പർവ്വതീകരിച്ചുകൊണ്ട് ആ ദൗത്യത്തെ തന്നെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്ന പോലെ ഇപ്പോൾ ഈ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളും വിമർശനങ്ങളും അതിനെ ഓരോ കക്ഷികളും രാഷ്ട്രീയമായി ഇടപെട്ട് നേരിടാനുള്ള നീക്കങ്ങളുമൊക്കെ അന്തിമമായി ഗുണം ചെയ്യുമോ, അതോ ഈ കയ്യേറ്റക്കാർക്കടക്കം വീണ്ടും ഗുണകരമാകുന്ന തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് അത് നയിക്കുമോ? അല്ല, നിലവിൽ മൂന്നാറിലെ സ്ഥിതി വളരെ ദയനീയമാണ്. അവിടെ കാക്ക വന്നു. ഇനി മൂന്നാറിൽ ഏറ്റവും കൂടുതൽ ഇനി പച്ചപിടിക്കാൻ പോകുന്ന ബിസിനസ് ഫാനാണ്. കാരണം അവിടെ കാലാവസ്ഥ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഫാൻ ഏജൻസികൾ മൂന്നാറിൽ എത്തിത്തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം, ഒരു സംഭവം വേറെ ഉണ്ടായി. രാമപുരം കോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാമപുരത്തെ കോറിയുടെ വിഷയത്തിൽ അതിൻ്റെ അനുമതിയുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് നടത്തിയ സമയത്ത് അവിടെ ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞത് രാമപുരം കോറിക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ മുഴുവൻ ആരംഭിച്ചത് ഇടുക്കി ജില്ലയിൽ നിന്നാണ്. അവിടെ നിന്നാണ് ഇതിൻ്റെ അനുമതികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് കോട്ടയം ജില്ലയായതുകൊണ്ടാണ്. കോട്ടയം ജില്ലയിൽ അതിൻ്റെ നടപടികളായിട്ടില്ല, എല്ലാം ഇടുക്കിയിൽ നിന്നാണ് ആരംഭിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നാട്ടിലെ എല്ലാവിധ നിയമലംഘനങ്ങളുടെയും ഏറ്റവും ഇഷ്ടമുള്ള ഭൂമി ഇടുക്കിയാണോ എന്നൊരു സംശയോടെ നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് ശ്രീ രാജേന്ദ്രൻ പറഞ്ഞു, നിയമസഭാ സമിതി എന്ന് പറയുന്നത് വളരെ രഹസ്യ സ്വഭാവത്തിൽ നടത്തുന്ന നടപടികളും കാര്യങ്ങളുമാണ്. അത് തെളിവെടുപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കേണ്ട ഉത്തരവാദിത്വം നിയമസഭാ സമിതിക്കാണ്. അല്ലാതെ നാട്ടിലെ മുഴുവൻ ആളുകളെയും വിളിച്ചിരുത്തി നിയമസഭാ സമിതി തെളിവെടുപ്പ് നടത്തിയ റിപ്പോർട്ട് തെളിവെടുപ്പ് നടത്തിയപ്പോൾ പോലും ശ്രീ എസ് രാജേന്ദ്രൻ അടക്കമുള്ള തെളിവെടുപ്പ് നടത്തുന്ന സമയത്ത് ഞങ്ങൾ മൂന്നാറിൽ ചേർന്ന യോഗത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അവിടെ പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ അവരെ വിളിച്ചു വരുത്തേണ്ട യാതൊരു കാര്യമില്ല. അതിനുശേഷം ഉദ്യോഗസ്ഥരുടെ തെളിവെടുപ്പാണ് നടന്നത്. രാജേന്ദ്രൻ വേറെ നിയമസഭാ കമ്മിറ്റിയിലുള്ള ആളാണല്ലോ. അദ്ദേഹം നടത്തുന്ന നിയമസഭാ കമ്മിറ്റി യോഗത്തിൽ ഞാൻ പോയി കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. രാജേന്ദ്രൻ എന്നേക്കാൾ സീനിയറായ ഒരു നിയമസഭാ അംഗമാണ്. നടപടിക്രമം ഞാൻ പഠിപ്പിച്ചതിൻ്റെ കാര്യമില്ല. ഇവിടുത്തെ പ്രശ്നം അതൊന്നുമല്ല. ഇവിടുത്തെ പ്രശ്നം മൂന്നാറിൽ ഞങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ എല്ലാം നിയമത്തിനകത്ത് നിൽക്കുന്നതാണ്. അഡീഷണലായി ഞങ്ങൾ പറഞ്ഞത് മൂന്നാറിൽ പരിസ്ഥിതി പരിപാലന വികസന അതോറിറ്റി വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ മൂന്നാറിലെ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ അങ്ങനെ ഒരു വികസന അതോറിറ്റി വന്നാൽ അത് നിയന്ത്രിക്കാൻ കഴിയും. അതാണ് ഞങ്ങളൊന്ന് പറഞ്ഞത്. രണ്ടാമത്, ഞങ്ങൾ നിലവിലുള്ള നിയമം, ഒരു വലിയ നിയമം അവിടെ അട്ടിമറിക്കാൻ പോവുകയാണ്. അവിടെ മാത്രമല്ല, കേരള സംസ്ഥാനത്തിന് ഒട്ടാകെ വരാൻ പോകുന്ന എല്ലാ പട്ടയങ്ങളിലെ പാറ ഖനനം ഉൾപ്പെടെയുള്ള, ഇവിടെ നേരത്തെ പറഞ്ഞതിൽ വലിയ വ്യത്യാസമുണ്ട്. എല്ലാ പട്ടയങ്ങൾ കൊടുക്കുന്നതിൽ കൃഷി ചെയ്യാനും വീട് വെക്കാനും ചെറിയ കടകൾ വെക്കാനും ഒക്കെയാണ് ആ പട്ടയത്തിൽ രേഖപ്പെടുത്തിയത്. അല്ലാത്ത പട്ടയങ്ങൾ, നിയമലംഘനം നടത്തിയ പട്ടയങ്ങൾ തിരിച്ചെടുക്കാൻ ഗവൺമെന്റ് അധികാരമുണ്ട്. പക്ഷേ ശ്രീ രാജേന്ദ്രനെ പോലെ അവിടെ ജീവിക്കുന്ന ഒരാൾ പറയുന്നത് ഇന്ന കാര്യങ്ങൾ ചെയ്തുകൂടാ എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ ചെയ്താൽ അത് കുറ്റകരമാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ്. അല്ല, ഞാൻ കുറെ കാലമായി ഈ രാഷ്ട്രീയ ബോധം നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആ പട്ടയത്തിനകത്ത് ആ പട്ടയ ചട്ടത്തെപ്പറ്റി രാജേന്ദ്രൻ പറയുന്നത് അസംബന്ധമാണ്. 1 ഡസൻ കേസുകളിലെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഈ ചർച്ചയിൽ കുറച്ച് നേരം വഴിതെറ്റിക്കാമെന്നല്ലാതെ അതിൽ യാതൊരു കാര്യവുമില്ല. ഈ 3 ആക്ടിവിറ്റിക്ക് അല്ലാതെ വേറെ എന്ത് ആക്ടിവിറ്റിക്ക് അത് ഉപയോഗിച്ചാലും പട്ടയ വ്യവസ്ഥ ക്യാൻസൽ ചെയ്യണമെന്നും എന്തുകൊണ്ട് ഇത്രയും കാലം റവന്യൂ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്നും ഏറ്റവും അവസാനത്തെ പ്രശ്നം ഇത്തരം നിയമലംഘനങ്ങൾ ഒരു കീഴ്വഴക്കമാക്കി മാറ്റിയിട്ടുണ്ട്, അത് വ്യാപകമായി ചെയ്തുകൊണ്ട്. അപ്പോൾ ഏതെങ്കിലും ചില ആളുകളെ പിടിക്കുമ്പോഴാണ് അവരിതിൻ്റെ വിക്ടിമാകുന്നു എന്ന നിലയിൽ രാജേന്ദ്രൻ അടക്കമുള്ളവർക്ക് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് താങ്കളടക്കം പറയുന്ന വാദഗതികളെ പ്രതിരോധിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാട്ടിയല്ലോ, ആർക്കെങ്കിലും ഒരാൾക്ക് ഉപദ്രവമുണ്ടായോ എന്ന്. രാജേന്ദ്രൻ അവിടുത്തെ പേരുകൾ പറയുകയാണ്.
വേണു അതിന് ഞാൻ മറുപടി പറയാം. ശ്രീ രാജേന്ദ്രൻ പറയുന്ന പേരുകൾ നമുക്ക് പൊതു സദസ്സിൽ ചർച്ച ചെയ്യാം. മാതൃഭൂമി ഈ ചർച്ച തുടരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ മാതൃഭൂമി ഇപ്പോൾ പത്രമുണ്ട്, നമുക്കൊരു വലിയ സ്പേസ് ഉണ്ട്, നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു, സാധാരണക്കാരെ അല്ല ഇപ്പോൾ ശ്രീറാം ഇട്ടിരിക്കുന്ന ഓർഡറുകൾ ഹൈക്കോടതിയിൽ ചാലഞ്ച് ചെയ്ത കേസുകളിലെല്ലാം വന്നിരിക്കുന്നത്. മിനിമം 10 കോടിയിലധികം വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി, കെട്ടിട നിർമ്മാണം നടത്തി, മിനിമം 5 നിലയിൽ കൂടുതൽ മുകളിലേക്ക് പണിത കെട്ടിടങ്ങളുടെ വയലേഷൻസ് ആണ് ഇപ്പോൾ ശ്രീറാം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അവിടുത്തെ ഏതെങ്കിലും സാധാരണക്കാരൻ വീട് വെച്ചതിനോ അല്ലെങ്കിൽ കടമുറി പണിതതിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്ടിവിറ്റി നടത്തിയതിനോ ഈ വയലേഷൻ ചെയ്തിട്ടില്ല. പട്ടയം ക്യാൻസൽ ചെയ്ത എണ്ണം മൊത്തം പരിശോധിച്ചാൽ, നോട്ടീസ് കൊടുത്ത കേസുകൾ പരിശോധിച്ചാൽ, കോടീശ്വരന്മാർക്കല്ലാതെ അതിൽ താഴെയുള്ള ആർക്കും ഇതുവരെ പട്ടയ ലംഘനം നടത്തിയതിന് നോട്ടീസ് കൊടുത്തിട്ടില്ല. ഒരു കേസ് പറഞ്ഞാൽ വേണു, ഞാൻ ഈ 10 വർഷമായല്ലോ ഞാൻ ഈ പരിസ്ഥിതി പരിപാടി നടത്തുന്നു, ഞാൻ ഈ ഇതിന് ശിക്ഷപ്പെടാം, അവിടുത്തെ മൂന്നാർ MLA-ക്ക് ഞാൻ ശിക്ഷപ്പെടാം. ഒരൊറ്റ സാധാരണക്കാരന് പട്ടയ വ്യവസ്ഥ ലംഘിച്ചതിന്റെ പേരിൽ നിങ്ങൾ ഇതാ വലിയ ബിൽഡിംഗ് പണിതിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ നോട്ടീസ് കൊടുത്തിട്ടില്ല. കൊടുത്ത് മുഴുവൻ കോടീശ്വരന്മാർക്കാണ്. ശ്രീ എസ് രാജേന്ദ്രൻ ആ ഫോൺ കോളിൽ അദ്ദേഹം ഇപ്പോൾ ലൈനിലില്ല. വീണ്ടും അദ്ദേഹത്തിലേക്ക് വരാം. ഞാൻ ഒരു ഇടവേളയിലേക്ക് കൂടി പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് മൂന്നാറിലേക്ക് പോയ പൂച്ചകൾക്ക് എന്ത് പിഴവാണ് പറ്റിയത്, ആ പിഴവിൻ്റെ ആവർത്തനമുണ്ടാകാതിരിക്കാൻ ശ്രീറാമിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇടവേളയ്ക്ക് ശേഷം.